എനിക്ക് സിബിനോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അപ്പുറത്ത് പോയിരുന്നു. അപ്പോൾ ഋഷി വന്നിട്ട് സംസാരിച്ചു. ഋഷിക്ക് പെട്ടെന്ന് എനിക്ക് വിഷമായോ എന്ന് വിചാരിച്ചിട്ട് അമ്മ വന്ന് സംസാരിച്ചു. അപ്പോൾ അവൻ പറയും ചെയ്തു, ഞാൻ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു. ഋഷി ഭയങ്കര ജെന്യൂനാണ്, ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരായിരിക്കും സിങ്ക് ആവുക. എനിക്ക് ഏറ്റവും കംഫർട്ട് ഋഷി ആയിരുന്നു, ഋഷിക്ക് ഏറ്റവും കംഫർട്ട് ഞാനായിരുന്നു. ആളുകൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതിപ്പോൾ ഞാൻ എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഞങ്ങളവിടെ ഫ്രണ്ട്ഷിപ്പ് കാണിക്കാൻ വേണ്ടി ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല, സ്ട്രാറ്റജി ഒന്നുമല്ല. ഞാൻ എങ്ങനെ തന്നെയാണ്. എൻ്റെ നേർക്ക് എന്തെങ്കിലും വന്നാലേ ഞാൻ അങ്ങോട്ട് പോയി പറയുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഇടപെടണം എന്ന് അത്രയും തോന്നുന്നൊരു വലിയ ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഇടപെടും. ഈ ഒരു ഷോ എന്ന് പറഞ്ഞാൽ വ്യക്തിഗതമായിട്ടുള്ളൊരു മത്സരമാണ്. ഞാൻ ഇവിടുന്ന് പോയപ്പോഴും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാനായിട്ട് നിൽക്കുക. ഞാൻ അതിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഞാനൊരു വിഷ്വൽ പോലും കണ്ട് റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. ഞാനങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാനങ്ങനെ ഒന്നും പ്ലാൻ ചെയ്യാത്തതുകൊണ്ടാണല്ലോ അവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അൻസിബ ഇൻവോൾവ് അല്ല, കളിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഞാനൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. പ്ലാൻ ചെയ്യണമെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നു. അത് അങ്ങനെ ഒരു ഷോയിൽ പോകാൻ പറ്റുക എന്നുള്ളത് വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് അവിടെ പോയി ഫേക്ക് കളിക്കണം എന്ന് എനിക്കൊരിക്കലും ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യില്ല. പെട്ടെന്ന് വന്നിട്ട് ദേഷ്യം പിടിച്ചിട്ട് പിന്നെ ഉടനെ പോയി കെട്ടിപ്പിടിച്ച് സ്നേഹം കാണിക്കാൻ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ആയിപ്പോയി. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പടി എന്ന് ചൊല്ലി വരാത്ത പഠിപ്പ് എപ്പടി വരുന്നു, അതുപോലെ തന്നെയാണ് എനിക്ക് വരാത്ത സാധനം ഞാൻ എങ്ങനെ ചെയ്യും? ഇതല്ല ഗെയിം എന്ന് ഇവരെല്ലാം പറഞ്ഞ് ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. അപ്പം ഞാൻ ആപ്റ്റ് ആയിരിക്കില്ല, എന്നാൽ പിന്നെ ഞാൻ പോണതായിരിക്കും നല്ലത്. അപ്പം അതുകൊണ്ട് ഞാൻ ഓക്കെ ആയിരുന്നു. ആർക്കും ഇഷ്ടമല്ലാതെ അതിനകത്ത് നിന്നിട്ട് എന്തിനാ വെറുതെ? ഒരു കാര്യമില്ല. നല്ലൊരു മൂവി വേണം അങ്ങനെ ആഗ്രഹിച്ച് കൊതിച്ച് നിൽക്കുന്ന സമയത്താണ് ദൃശ്യം കിട്ടുന്നത്. അത് വിചാരിച്ചതിൻ്റെ മേലെ വേറെ രീതിയിലാണത് ഹിറ്റായത്. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള ഈ ഒരു സ്വീകരണം, ഈ ഒരു സ്നേഹവും. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ബിഗ് ബോസ് താരം അൻസിബ ഹസനാണ്. അൻസിബ, സ്വാഗതം. നമസ്കാരം. അപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ പുറം ലോകമൊന്നും കാണാതെ കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഞാനിങ്ങനെ എയർപോർട്ടിലെ വീഡിയോസ് കണ്ടപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴത്തേക്കിന് ഒരു 10 വർഷത്തിന് ഇപ്പോഴും അൻസിബ തന്നെ പറയുന്നുണ്ട്. അതായത് ദൃശ്യത്തിന് സമയത്തായിരുന്നു ഇത്രയും വരവേൽപ്പ് കിട്ടിയിരുന്നത്, പിന്നെ ഇപ്പോഴാണ് കിട്ടുന്നത് എന്നുള്ളത്. എന്താണ് ആ ഒരു ടൈമിൽ തോന്നിയത്? ശരിക്കും അത് തന്നെയാണ്. ഞാൻ ദൃശ്യത്തിന് മുന്നേയും ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ചിന്താവിഷയത്തിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. അപ്പോൾ തമിഴ് മൂവീസ് കുറേ ചെയ്യുന്നുണ്ട്, പക്ഷേ കറക്റ്റ് റിലീസാവണില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമമുണ്ട്. പക്ഷേ നല്ലൊരു മൂവി വേണം അങ്ങനെ ആഗ്രഹിച്ച് കൊതിച്ച് നിൽക്കുന്ന സമയത്താണ് ദൃശ്യം കിട്ടുന്നത്. അത് വിചാരിച്ചതിൻ്റെ മേലെ വേറെ രീതിയിലാണത് ഹിറ്റായത്. അപ്പോൾ മൊത്തത്തിലൊരു വല്ലാത്ത ഭയങ്കര സന്തോഷമായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള ഈ ഒരു സ്വീകരണം, ഈ ഒരു സ്നേഹവും. കാരണം എല്ലാവരും എന്താ പറയുക, ഭയങ്കരമായിട്ട് ഒന്ന് നിൽക്കാൻ പോലും സ്പേസ് തരാതെ. കാരണം എനിക്കൊന്ന് അത്രത്തോളം പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം വന്ന് സ്വീകരിക്കാനാണെങ്കിലും. കൂടെ ഉണ്ടായിരുന്ന ജാൻമണിയും വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആള് മാത്രമേ വന്നിട്ടുള്ളായിരുന്നു? ജാൻമണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ കുറേ പേരുണ്ടായിരുന്നു, പിന്നെ കുറേ മീഡിയ. എല്ലാവരും എനിക്ക് തന്നൊരു സ്നേഹം, അതിനെന്താ തിരിച്ചു കൊടുക്കേണ്ടതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പിന്നെയുള്ള ഒരു വലിയ കാര്യം, എന്നെ ആരും ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചില്ല. ഞാനത് പ്രത്യേകം നോട്ട് ചെയ്ത കാര്യം. കാരണം ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കുക എന്തൊക്കെ ചോദിക്കും അങ്ങനെ. ഒന്നാമത്തെ കാര്യം ഒന്നും അറിയണില്ല. ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തുന്ന ആ ഒരു സമയത്തിന് ജസ്റ്റ് മുന്നെയാണ് ഫോണൊന്ന് ചാർജ് ചെയ്തവർ തരുന്നത്. അത് ഫുൾ ചാർജ് പോലും ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഒന്നും കാര്യങ്ങൾ അറിയണില്ല. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോഴേ എനിക്ക് ഇത്രയും സ്നേഹത്തോടെ എല്ലാവരും ബിഹേവ് ചെയ്യണം. എന്നെ ഒരാൾ പോലും ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് വന്നില്ല. സ്നേഹത്തോടെയാണ് എല്ലാവരും ചോദ്യങ്ങളാണെങ്കിലും ചോദിച്ചതൊക്കെ. ഇപ്പോൾ ഈ അൻസിബയുടെ ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തായാലും അൻസിബയെ പറ്റി ഇങ്ങനെ റിസർച്ച് ചെയ്യുമല്ലോ, ബിഗ് ബോസ് കാണും, അതിൻ്റെ കാര്യങ്ങൾ കാണും. അപ്പോൾ ഞങ്ങൾ 1-2 പേരോട് വിളിച്ച് ചോദിക്കുകയും ചെയ്തു, അൻസിബ എങ്ങനെയുള്ള പ്ലെയർ ആയിരുന്നു, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ. പേര് പറയുന്നില്ല, 1-2 പേരോട് വിളിച്ചു വെച്ചു. അപ്പോൾ അവരൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ, ബിഗ് ബോസിൻ്റെ വീടിനകത്ത് നിൽക്കുമ്പോഴത്തേന് അവർക്ക് തോന്നാറുണ്ട് അൻസിബ കളിക്കുന്നില്ല, അല്ലെങ്കിൽ എന്താ ഗെയിമിലേക്ക് ഇൻവോൾവ് ആവുന്നില്ല എന്നൊക്കെയുള്ളൊരു എന്തൊക്കെയോ ഒരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ
പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഈ പഴയ എപ്പിസോഡ്സ് എല്ലാം കണ്ടിട്ട് ലൈവായിട്ട് വീണ്ടും കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്, അൻസിബ കളിക്കുന്നുണ്ട്, അൻസിബയുടെ രീതിയിൽ കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗെയിമിൽ ഇൻവോൾവ് ആണ്, മൈൻഡ് ഗെയിമർ ആണ് എന്നൊക്കെയുള്ള ഒരു രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞു. അപ്പോൾ ശരിക്കും അതിന് പുറകിലൊരു രഹസ്യം എന്താണ്? അതൊരു സ്ട്രാറ്റജി ആയിരുന്നോ, അതോ മനഃപൂർവ്വം തന്നെ അങ്ങനെ ഒരു സ്ട്രാറ്റജി പിടിച്ചു പോയതാണോ? സ്ട്രാറ്റജി ഒന്നുമല്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഇപ്പോൾ എവിടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ നേർക്ക് എന്തെങ്കിലും വന്നാലേ ഞാൻ അങ്ങോട്ട് പോയി പറയുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഇടപെടണം എന്ന് അത്രയും തോന്നുന്നൊരു വലിയ ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഇടപെടും. അങ്ങനെ ടോപ്പിക്സ് ഒന്നും അതിനകത്ത് ഉണ്ടാവാറില്ല. തോണ്ടി മാന്തി എന്നെ നോക്കി ചിരിച്ചില്ല, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അത് പക്ഷെ വലിയ വിഷയങ്ങളാണ് അതിനകത്ത്. അപ്പോൾ എനിക്ക് ഇടപെടാൻ തോന്നാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടാതിരുന്നത്. പിന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഈ ഒരു ഷോ എന്ന് പറഞ്ഞാൽ വ്യക്തിഗതമായിട്ടുള്ളൊരു മത്സരമാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയപ്പോഴും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഞാനായിട്ട് നിൽക്കുക. ഞാൻ അതിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഞാനൊരു വിഷ്വൽ പോലും കണ്ട് റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ എന്തിന് ആ സമയത്ത് അങ്ങനെ ചിരിച്ചു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഞാൻ ചിന്തിക്കരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെ പോയത്. അപ്പം ഞാനായിട്ട് നിൽക്കുക. അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും അത് എനിക്ക് എന്നെ സ്വയം എക്സ്പ്ലോർ ചെയ്യാനും പറ്റുന്ന ഒരു അവസരം കൂടെയാണ്. എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ ഞാൻ അത് മാറ്റും, അല്ലെങ്കിൽ നല്ലതുണ്ടെങ്കിൽ അതും എനിക്ക് അറിയണം. ഞാൻ അതന്നെയായിരുന്നു ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് അതിനകത്ത് കയറുമ്പോൾ. ഞാനായിട്ട് നിന്നു, അത്രയേ ഉള്ളൂ. ഒരുപാട് സീസൺസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് മറ്റേ വഴക്കുകളും കാര്യങ്ങളും അടി പിടി എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അൻസിബ തന്നെ ഇപ്പോൾ പറഞ്ഞു, എനിക്കങ്ങനെ ഇടപെടാനായിട്ടൊരു വിഷയമൊന്നും തോന്നിയില്ല, എന്നെ കണ്ട് ചിരിച്ചില്ല, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളാണ്. പക്ഷെ അതൊക്കെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ അതൊക്കെ വലിയ വിഷയങ്ങളായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ് അൻസിബയ്ക്ക് ഒരു ചെറിയ വിഷയമായിട്ട് തോന്നിയത്? കാരണം പുറത്ത് നമ്മൾ നോക്കുമ്പോഴത്തേന് ചെറിയ ഒരു ചായയുടെ പേരിലും അങ്ങനെയൊക്കെ ഒരുപാട് അതൊരു വലിയ ഇഷ്യൂ ആയിട്ടാണ് നമ്മൾ പുറത്ത് കാണുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ അവർ തന്നെ പെരുപ്പിച്ചതാണോ, എന്താണ് തോന്നുന്നത്? അത് ഇപ്പോൾ കുറേ പേര് ആണെന്നുണ്ടെങ്കിൽ ജെന്യൂൻ ആയിട്ട് നിൽക്കുന്നവരുണ്ട്, കുറേ പേരാണെന്നുണ്ടെങ്കിൽ ഫേക്കായിട്ട് നിൽക്കുന്നവരുണ്ട്. പലരും പല രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ആരും ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല. ഓരോരുത്തർ ഇങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ഞാൻ കുറേ ദിവസങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തു. അത് ഞാൻ മനസ്സിലാക്കി എന്നുള്ളത് സത്യമാണ്. അത് മനസ്സിലാക്കിയതനുസരിച്ച് തന്നെയാണ് ഞാൻ അവിടെ നിന്നിട്ടുള്ളതും. അപ്പോൾ നമ്മളിപ്പോൾ അത് നമ്മുടെ ഒരു സൊസൈറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണത്. നമ്മുടെ സൊസൈറ്റിയിലും നമുക്കെല്ലാവർക്കും ഇപ്പോൾ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ പലരെ അറിയാം, ഇന്നയാൾ ഇങ്ങനെയാണ് ഇന്നയാൾ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സ്നേഹം നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നിന്നുള്ളൂ. അപ്പോൾ അതിലൊരു ജെന്യൂൻ ആയിട്ട് നിൽക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നേരത്തെ സീസൺസ് കണ്ടിട്ടുണ്ട്. ഇപ്പം ആദ്യത്തെ ഒരു ബിഗ് ബോസ് സീസണിൽ ചെന്നവർക്ക് ചിലപ്പം ഒരു റെഫറൻസ് ഇല്ല, എങ്ങനെയാണ് ബിഗ് ബോസ്, എന്താണ് ഇതിൻ്റെ ഗെയിംസ് എന്നുള്ളതിന് ഒരു റെഫറൻസും ഇല്ല. പക്ഷേ ഇപ്പം ഇത്രയും സീസൺ കഴിഞ്ഞപ്പോഴത്തേക്കിനും പോകുന്നവർക്ക് അറിയാം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കളികൾ, ഇങ്ങനെയൊക്കെ നിൽക്കണം എന്നൊക്കെ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണോ പോയത്? ഞാനങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാനങ്ങനെ ഒന്നും പ്ലാൻ ചെയ്യാത്തതുകൊണ്ടാണല്ലോ അവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അൻസിബ ഇൻവോൾവ് അല്ല, കളിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഞാനൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. പ്ലാൻ ചെയ്യണമെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടെ പോയിട്ട് ഞാൻ എന്താണെന്ന് എനിക്ക് കാണിക്കണം എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് അങ്ങനെ ഒരു ഷോയിൽ പോകാൻ പറ്റുക എന്നുള്ളത് വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് അവിടെ പോയി ഫേക്ക് കളിക്കണം എന്ന് എനിക്കൊരിക്കലും ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ എനിക്ക് അൻസിബ എന്താണ് അത് യഥാർത്ഥത്തിൽ അവിടെ തന്നെ കാണിക്കണം, അതുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നപ്പോൾ ദേഷ്യം കാണിച്ചിട്ടുണ്ട്, വിഷമം വന്നപ്പോൾ വിഷമം കാണിച്ചിട്ടുണ്ട്, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് വന്നിട്ട് ദേഷ്യം പിടിച്ചിട്ട് പിന്നെ ഉടനെ പോയി കെട്ടിപ്പിടിച്ച് സ്നേഹം കാണിക്കാൻ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ആയിപ്പോയി, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇനി 2 ദിവസം എടുക്കുമായിരിക്കും അത് മറക്കാൻ. പക്ഷെ മറന്നു കഴിഞ്ഞാൽ ഞാനത് മറക്കും. പക്ഷെ പെട്ടെന്ന് പോയിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാനായിട്ട് നിന്നിട്ടുണ്ട്. വേണമെങ്കിൽ എനിക്ക് അഭിനയിക്കായിരുന്നു, അപ്പം തന്നെ പോയിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, എനിക്ക് ഭയങ്കര സ്നേഹമാണ് നിൻ്റെ അടുത്ത്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ചിലപ്പോൾ ആളുകൾ പറയുമോ എന്ത് നല്ല കുട്ടി, അങ്ങനെ വേണമെങ്കിൽ എനിക്ക് ചെയ്യായിരുന്നു. ഞാൻ ചെയ്തിട്ടില്ല. അത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ആളുകൾ ചിലർ കുറ്റം പറയാമായിരിക്കാം എന്നൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷെ എനിക്കത് വേണ്ട. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഞാനാണ് എന്ന്, ഞാൻ ആരാണെങ്കിലും അത് അവിടെ വരട്ടെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അൻസിബയ്ക്ക് അങ്ങനെ അകത്ത് നിന്നപ്പം ഇങ്ങനെ ഫേക്കായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഉള്ളിൽ ഒരു സംഭവം വെച്ചിട്ട് പുറമെ വേറൊരാളായിട്ട് പെരുമാറുന്നു. ഇപ്പം പറഞ്ഞില്ലേ, അതായത് എനിക്കങ്ങനെ ഒരാളോട് ഇഷ്ടക്കേടുണ്ടെങ്കിൽ പോയി ചിരിച്ച് നിൽക്കാൻ അറിയില്ല. അപ്പോൾ അൻസിബ പറഞ്ഞത്, അപ്പോൾ അൻസിബയുടെ വാക്കുകളിൽ അവിടെ അങ്ങനെയുള്ളവരും ഉണ്ട് എന്നാണല്ലോ. ഉറപ്പായിട്ടുണ്ട്. അത് ഞാൻ അതിനകത്തൊന്നും പറയാറുണ്ടല്ലോ. അത് ഓരോരുത്തരുടെ ചിലപ്പോൾ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കും. അവർ ചിലപ്പോൾ ശരിക്കും അങ്ങനെ ആയിരിക്കില്ല. അത് ഞാൻ ആ ഷോന്ന് പുറത്തിറങ്ങിയിട്ട് പറയുന്നത് എനിക്കൊരു മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്തുനിന്ന് ഞാൻ പറയാനുള്ളവരുടെ പേരും പറഞ്ഞിട്ടുണ്ട്, പറയാനുള്ളവരെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ആ ഒരു ഗെയിമിന്റെ പാർട്ടല്ല, പുറത്തിറങ്ങി കഴിഞ്ഞു. അപ്പം ഞാൻ ഇനി അത് പറയുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യം. അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് അവിടെ ഉണ്ടാവാറുണ്ടോ? ഡെഫിനറ്റ്ലി കുറേ സിറ്റുവേഷൻസ്. അങ്ങനെയുള്ള ഏതൊരു മൊമെന്റ് പറയോ? അല്ല, പേരൊന്നും പറയണ്ട.
അല്ല അതിപ്പോ മൊമെന്റ് പറഞ്ഞാലും അറിയാൻ അല്ല എന്നാലും അങ്ങനെ തോന്നാൻ മെയിൻ ആയിട്ടുള്ള റീസൺ? ഇല്ല അങ്ങനെയല്ല. ഇപ്പൊ അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ടാസ്ക് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഈ അവസരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഓഡിയൻസിലേക്ക് ഈ രീതിയിലാണ് കൺവേ ആവുക. അപ്പോൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇങ്ങനെയാണ് വരിക എന്ന് അറിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്ത് സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നിത്യജീവിതത്തിലാണെങ്കിൽ ചിലപ്പോൾ ആ രീതിയിലായിരിക്കില്ല റെസ്പോണ്ട് ചെയ്യുക. നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ റിയൽ വേൾഡിൽ ലൈഫിൽ ചിലപ്പം പ്രതികരിക്കുന്ന രീതിയിലായിരിക്കില്ല അതിനകത്തുനിന്ന് പ്രതികരിച്ചിട്ടുണ്ടാവുക. ഓ അത് കുഴപ്പമില്ല, നന്നായല്ലോ, അത് നന്നായി എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് നന്മമരം ആവുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ റിയൽ ലൈഫിലാണെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞത് ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറയും ആൾക്കാർ. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സ്നേഹം കാണിക്കുവാണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ സ്നേഹയുടെ അടുത്ത് ഇപ്പോൾ ഒരാൾ സ്നേഹം കാണിക്കുകയാണെങ്കിൽ സ്നേഹിക്കത് മനസ്സിലാവും. സ്നേഹം ചിലപ്പം ചിരിച്ചുകൊണ്ട് വിടുമായിരിക്കും, ചിലപ്പം പറയായിരിക്കും എൻ്റെ അടുത്ത് ഇമാതിരി പണിയൊന്നും കാണിക്കല്ലേ, എനിക്ക് മനസ്സിലാവും. രണ്ടും സ്നേഹിക്ക് ചെയ്യാം. അതുപോലെ തന്നെ എന്താണെന്നുള്ള നമ്മുടെ ചോയ്സ് ആണല്ലേ. ഇപ്പം ഇത്രയും നാളിപ്പം ഇപ്പം പറഞ്ഞു പുറത്താണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ കോൺഷ്യസ് ആവേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ അകത്ത് ചുറ്റും ക്യാമറ, ഇപ്പം ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പെരുമാറണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കോൺഷ്യസ് ആയിരിക്കുമല്ലോ. അങ്ങനെ ചിന്തിച്ചിട്ടാണോ പെരുമാറാറുള്ളത്? അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. പക്ഷേ ഞാൻ എൻ്റെ റിയൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ അടുത്ത് മാക്സിമം അവരെ റെസ്പെക്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളത് ഞാനത് നോർമലി ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഞാനത് അവിടെ ചെന്നപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് നിന്നത്. അല്ലാതെ ഞാൻ അതിനുവേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇത്രയും നാൾ നമ്മൾ പുറത്ത് ഇത്ര ഒരു 10-27 അല്ലെങ്കിൽ അത്രയും ഇയേഴ്സ് നമ്മൾ പുറത്താണ്, ഇങ്ങനൊരു കൂട്ടിലകപ്പെട്ട ഉള്ളൊരു സിറ്റുവേഷൻ ഒന്നും പോയിട്ടില്ല. അപ്പം അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നോ? വളരെ ജെന്യൂൻ ആയിട്ട് പറയുവാണെങ്കിൽ സഫോക്കേറ്റിംഗ് ആയിരുന്നോ, അല്ലെങ്കിൽ എന്തായിരുന്നു? എൻജോയിങ് ആവും? ഇറിറ്റേഷൻ ആണ്. നമ്മൾ ഇപ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് നമ്മൾ പോകും. പിന്നെ ആ ഏരിയയിലേക്ക് നമ്മൾ പോകില്ല. കാരണം നമുക്കറിയാം ചെറിയ ലൈഫാണ് നമ്മുടെ, എത്ര ഉണ്ടെന്ന് പോലും നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഉള്ള കാലം മനസ്സമാധാനമായിട്ട് ജീവിക്കുക, ഇതാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹം. അതിനകത്ത് പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഇപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും വീണ്ടും അത് സ്പോട്ടിൽ മറന്ന് ടീമായിട്ട് വേണമെങ്കിൽ ഗെയിം കളിക്കേണ്ടി വരും, ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ടാസ്ക്കായിട്ട് എടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആ വിഷമം മാറാൻ എൻ്റെ ഹൃദയത്തിനൊരു സമയം എനിക്ക് കൊടുക്കണമല്ലോ. അത് ആ സമയം കൊടുക്കാതെ അത് മാറുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചിലപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം. ആദ്യമൊക്കെ ചെന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് പോകണം, വീട്ടിൽ പോകണം, പറ്റുന്നില്ല. അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് വൈൽഡ് കാർഡ് എൻട്രി വന്ന സമയം തൊട്ടാണ് ഞാൻ പോകണം എന്ന് പറയാൻ തുടങ്ങിയത്. അതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ടില്ല. അതിന് മുന്നേ ചിലപ്പോൾ ഇനി അങ്ങനെ അയ്യോ ഇവിടെ പറ്റുന്നില്ല പോകണം അങ്ങനെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് പോകണം എന്ന് പറഞ്ഞത് വൈൽഡ് കാർഡ് എൻട്രി വന്നതിന് ശേഷമാണ്. അവർ വന്നപ്പോഴാണ് അറിഞ്ഞത് ഏഷ്യനി പറയുന്നു, പരദൂഷണം പറയുന്നു എന്നുള്ള രീതിയിലൊരു പോർട്രേ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. എനിക്ക് ഭയങ്കര വിഷമായത്. ഒന്നാമത്തെ കാര്യം, ഞാൻ മറ്റാരുടെ മുറികളിൽ പോലും പോകാറില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ മുറിയിൽ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ള സ്ഥലത്ത് പോകും. മറ്റുള്ളവരുടെ ബെഡ്റൂമിൽ പോലും ഞാൻ പോകാറില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളായവരടുത്ത് മാത്രമേ സംസാരിക്കണം. അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് അവൾ ഇങ്ങനെ പറഞ്ഞു, അവളടുത്ത് പോയിട്ട് അവരിങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരാളടുത്തും പറഞ്ഞു ഒരു വിഷ്വൽ പോലും കാണിക്കാൻ പറ്റൂല. അങ്ങനെ ഒരു സാധനം ഇല്ല. അതില്ലാത്തത് ഉണ്ട് എന്നുള്ള സാധനം വന്നപ്പോഴും, അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് അതിനകത്തെ കാര്യങ്ങൾ മാത്രം സംസാരിക്കാനേ പറയാം. ഞാൻ ഏറ്റവും ലീസ്റ്റാണ് അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ഋഷിയോടാണെങ്കിലും അഭിയോടാണെങ്കിലും ഒക്കെ ജിൻഡപ്പനോടാണെങ്കിലൊക്കെ സിനിമയെ പറ്റിയും കുറേ സിനിമ സ്റ്റോറീസ് നറേറ്റ് ചെയ്യുക, പാട്ടുകൾ പാടുക, അല്ലെങ്കിൽ പ്രണയത്തെ പറ്റി സംസാരിക്കുക, റിലേഷൻസിനെ പറ്റി, ഇങ്ങനെയുള്ള കുറേ ടോപ്പിക്സാണ് സംസാരിക്കുന്നത്. യാത്രകൾ, ഇതൊക്കെ കൂടുതലും സംസാരിക്കുന്നത്. ഏറ്റവും ലീസ്റ്റായിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അത് മാത്രം വരികയും ഞാൻ കണ്ടുപിടിച്ചതായിട്ടുള്ള കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇന്ന ആളോട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അല്ലെങ്കിൽ എൻ്റെ പേരിൽ അവിടെ ഇന്നേ വരെ ഒരു വഴക്കുണ്ടായിട്ടില്ല ഞാൻ ഇറങ്ങുന്നത് വരെ. ഇനിയും അവിടെ എൻ്റെ പേര് പറഞ്ഞ് അൻസിബ എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വഴക്കുണ്ടാക്കാൻ പറ്റില്ല. അതിനെയാണ് പരദൂഷണം എന്ന് പറയാനാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇല്ലാത്തൊരു കാര്യം എൻ്റെ മേലെ അടിച്ചേൽപ്പിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ വിചാരിച്ചു പോകണം, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. അന്ന് മുതലേ ഞാൻ പോകണം എന്ന് പറഞ്ഞത്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പോൾ അൻസിബ വൈൽഡ് കാർഡ് എൻട്രി കിട്ടി അകത്തേക്ക് വന്നവർ എന്തായാലും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇതന്നെ പറഞ്ഞു. ഞാൻ ഒരാളടുത്തും പോയിട്ടും വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ അവരെന്തായാലും അങ്ങോട്ട് പുറത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ചില കാര്യങ്ങളെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അകത്ത് വന്നതിന് ശേഷം. റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇല്ല, അത് ചോദിക്കുന്നവരടുത്താണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അറിഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഞെട്ടിക്കുന്നതോ അല്ലെങ്കിൽ ഒരുപാട് വിഷമം തോന്നി ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം? ഞാൻ അങ്ങനെ ഒന്നും എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കാനും പോയിട്ടില്ല. എനിക്ക് ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനം. എനിക്ക് പിന്നെ ഇനി ഒന്നും കേൾക്കണ്ടെന്നായി.
ഇപ്പം തന്നെ വീട്ടിൽ പോയാൽ മതി എന്ന്. അന്ന് മുതലേ ഞാൻ പറയാൻ തുടങ്ങിയത് ആത്മാർത്ഥമായിട്ട് എനിക്ക് പോകണം പറ്റേ. അപ്പോൾ അത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതെനിക്കറിയാം, ഇത് പറഞ്ഞതിന് എന്നെ നോമിനേഷനിൽ ഇടുന്നു. കാരണം വേറെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനില്ലാത്തതുകൊണ്ടായിരിക്കും അത് പറഞ്ഞു. എനിക്കത് അറിഞ്ഞിട്ടും ഞാനത് പബ്ലിക്കായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേറെ എത്രയോ പേർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും പോകണമെന്ന്, പക്ഷെ പറഞ്ഞിട്ടില്ല പലരും. കാരണം അത് പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്യുന്ന അറിയാം. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ജനങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും സ്നേഹം തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ അൻസിബ പറഞ്ഞു എൻ്റെ പേരിൽ അങ്ങനെ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ട് ഇറങ്ങുന്ന വരെ. പക്ഷെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്, എനിക്ക് തോന്നുന്നു ആദ്യം അൻസിബ വഴക്കുണ്ടാക്കിയത് അല്ലെങ്കിൽ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന സിബിനുമായിട്ടാണ് അല്ലേ? സിബിനുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലേ? അതെന്ത് ഇഷ്യൂ ആയിരുന്നു? തുടക്കത്തിലൊരു ഇഷ്യൂ ഇല്ലായിരുന്നു, സിബിനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇൻസിഡന്റ് എന്തായിരുന്നു? ഇൻസിഡന്റ് ആക്ച്വലി എനിക്ക് എന്താണെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അൻസിബ ഡയറക്റ്റ് ഫൈറ്റ് ആയിരിക്കും, അല്ലാതെ ഇന്ന ആൾ ഇന്നത് പറഞ്ഞു അല്ലല്ല, ഡയറക്റ്റ് ഫൈറ്റ് എടുത്ത് പറയണം. ഡയറക്റ്റ് ഫൈറ്റ് എന്ന് പറയണം. എന്റെ പേര് പറഞ്ഞിട്ട് ഒരാളോട് ഫൈറ്റ് അല്ല, അൻസിബയും സിബിനുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് നോർമലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ആ സമയത്ത് ഋഷി വന്ന് അത് ചെറിയ എന്തോ ഒരു കാര്യമാണ്. അത് സിബിൻ ചുമ്മാ ഞാൻ എന്ത് പറയുന്ന അറിയാൻ വേണ്ടി ചോദിച്ചതായിട്ടാണ് എനിക്ക് പിന്നീട് തോന്നിയത്. അത് എനിക്ക് സിബിനോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അപ്പുറത്ത് പോയിരുന്നു. അപ്പോൾ ഋഷി വന്നിട്ട് സംസാരിച്ചു. ഋഷിക്ക് പെട്ടെന്ന് എനിക്ക് വിഷമായോ എന്ന് വിചാരിച്ചിട്ട് അമ്മ വന്ന് സംസാരിച്ചു. അപ്പോൾ അവൻ പറയുകയും ചെയ്തു, ഞാൻ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു. അതേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ എൻ്റെ പേര് പറഞ്ഞോട് ആരും ഫൈറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ. ഋഷിയായിട്ടൊരു പ്രത്യേക ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നല്ലേ, അകത്ത് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. അതെന്താ ആളോട് മാത്രം ആൾ ജെനുവിൻ ആണെന്ന് തോന്നിയിട്ടാണോ എന്താണ്? ഋഷി ഭയങ്കര ജെനുവിൻ ആണ്, ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരായിരിക്കും സിങ്ക് ആവുക. എനിക്ക് ഏറ്റവും കംഫർട്ട് ഋഷിയായിരുന്നു, ഋഷിക്ക് ഏറ്റവും കംഫർട്ട് ഞാനായിരുന്നു. അത് ഗ്രാജുവലി ഉണ്ടായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ്. അല്ലെങ്കിൽ ഒരു സിസ്റ്റർഹുഡ്, ഒരു ബ്രദർഹുഡ് എന്നൊക്കെ പറയാം. അത് ഗ്രാജുവലി ഉണ്ടായതാണ്, അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല. ഞങ്ങൾ ഡെൻ റൂമിലെ 1 മാസത്തോളം കട്ടിലിരുന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പുറത്തിറങ്ങി. എനിക്കതിന് വയൽക്കാട് എൻട്രി വന്നതിന് ശേഷമാണ് ഇത് മനസ്സിലായത്, ഇങ്ങനെയാണ് പോണത്. അതിനുശേഷം ഞാൻ പറയും കട്ടിലിൽ പോയിരിക്കാൻ, അയ്യോ അവിടേക്ക് പോവേ വേണ്ട. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഗ്രാജുവലി ഉണ്ടായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണത്. ഇപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അൻസിബ തന്നെ പഴയ കാര്യങ്ങളൊക്കെ എന്തായാലും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഋഷിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ പുറത്തും കുറേ കാര്യങ്ങൾ ഇത് കമൻറ്റ് വരാറുണ്ട്, അവർ ഭയങ്കര ഫ്രണ്ട്സാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പം എന്താണ് ഫീൽ ചെയ്തത്? അല്ല, ആളുകൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ അതിപ്പോൾ ഞാൻ എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഞങ്ങളവിടെ ഫ്രണ്ട്ഷിപ്പ് കാണിക്കാൻ വേണ്ടി ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അവന് കംഫർട്ട് ഞാനായതുകൊണ്ട് എടി വാടി ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞ് സംസാരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഫുഡ് ഷെയർ ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ വിഷമങ്ങളും അവൻ്റെ അടുത്താണ് പറയുക, അവൻ എൻ്റെ അടുത്താണ് പറയുക. അത് നോർമലി ഉണ്ടായൊരു സംഭവമാണ്. അത് എനിക്ക് അറിഞ്ഞൂടാ, അത് ആളുകൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അൻസിബ ഏത് പോയിന്റ്? ഇപ്പം ഞാനിപ്പം മുമ്പേ പറഞ്ഞില്ലേ, വിളിച്ചവരിൽ കുറച്ച് പേര് എന്നോട് പറഞ്ഞു അൻസിബ ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട്. അൻസിബ തന്നെ ഇങ്ങനെ ഗെയിം കളിച്ചിട്ട് ജയിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേര് മറ്റേ ഇങ്ങനെ വണ്ടടിച്ചൊക്കെ നിൽക്കും, ഞാൻ തന്നെയാണ് ജയിച്ചത്, അങ്ങനെയൊക്കെ ഉള്ളൊരു നിൽക്കുന്നതിനൊക്കെ ഉള്ള ഞാൻ പറഞ്ഞ അത്ഭുതപ്പെട്ട് നിൽക്കണേ. ഇത് ഇങ്ങനെയാണോ ആയത് എന്നുള്ള അത്ഭുതമാണ് എനിക്ക്. ഞാൻ വേണമെന്ന് വെച്ച് ചെയ്യണമല്ല, ഞാൻ അതിനകത്തുനിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാനത് അതുപോലെ തന്നെ ചെയ്യും. ഇപ്പോൾ നോമിനേഷൻ്റെ സമയത്താണെന്നുണ്ടെങ്കിലും ഞാൻ ഇന്ന ആളിങ്ങനെയാണ്, ഇത് ഇങ്ങനെ ഇട്ട നോമിനേഷനിൽ വരും എന്ന് അറിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അത് ഗെയിം പ്ലാൻ ആണോ ഒന്നും അറിയില്ല, ഞാനങ്ങനെയാണ്, എനിക്കത് മനസ്സിലായി. ഓക്കെ, അപ്പോൾ എനിക്കൊരു ടാസ്ക് ഇങ്ങനെ കിട്ടിയപ്പോൾ ആ ടാസ്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു. അത് പറഞ്ഞപ്പോഴാണ് ഈ നോമിനേഷനും എവിക്ഷനൊക്കെ വരുന്ന ദിവസങ്ങളിൽ പല ദിവസങ്ങളിലും അൻസിബ വളരെ സേഫ് ആയിട്ട് അവിടെ ഇരിക്കാറുണ്ട്. നോമിനേഷനിൽ വന്നിട്ടു അപ്പോഴും അൻസിബ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് എനിക്ക് എങ്ങനെയാണ് ഇത്രയും പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നൊക്കെ ഉള്ള രീതിയിലുള്ളൊരു വണ്ടടിച്ച് നീതി. അപ്പം അതെന്താ അങ്ങനെയും കൂടെ തോന്നാൻ കാരണം എല്ലാവരും അവിടെ നിന്ന് പറയല അൻസിബ ഗെയിം കളിക്കണില്ല. പക്ഷെ അൻസിബയ്ക്ക് ഒരു ഉള്ളിലൊരു ഇത് കാണുമല്ലോ. എൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ ഞാനായിട്ട് അവിടെ നിൽക്കുന്നു, എനിക്ക് പറയാനുള്ളത് കാര്യങ്ങൾ പറയുന്നു, ഇത്രയേ ഉള്ളൂ. ഞാൻ ഗെയിം കളിക്കുന്നു എന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അത് പ്രേക്ഷകരിലേക്ക് അത് എങ്ങനെ പോയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് അത്ഭുതം, എനിക്ക് വോട്ട് കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇവരൊക്കെ പറയുന്ന പോലെ എല്ലാ ടാസ്കും ചെയ്യണം എന്നുവെച്ചാൽ ഫിസിക്കൽ ടാസ്കൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്യണം. ഞാൻ അത് എപ്പോഴും പറയാറുണ്ട്, ഇവർ തെറ്റിദ്ധരിക്കണ ലാലേട്ടാ എന്നെ കൊണ്ട് പറ്റും, ഞാൻ ഒഴിഞ്ഞു മാറുന്നല്ല, എന്നെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. അപ്പോൾ ധനുഷ് ഒരു പടത്തിൽ പറയുന്നില്ലേ, പടി എന്ന് ചൊല്ലി വരാത്ത പഠിപ്പ് എപ്പടി വരുന്നു, അതുപോലെ തന്നെയാണ് എനിക്ക് വരാത്ത സാധനം ഞാൻ എങ്ങനെ ചെയ്യും, എനിക്ക് പറ്റുന്ന പോലെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് ബഹളം ഇല്ലാതെ സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റും. അത് എനിക്ക് പറ്റുന്ന സമയങ്ങളിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇതല്ല ഗെയിം എന്ന് ഇവരെല്ലാം പറഞ്ഞ് ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. അപ്പം ഞാൻ ആപ്റ്റ് ആയിരിക്കില്ല, എന്നാൽ പിന്നെ ഞാൻ പോണതായിരിക്കും നല്ലത്. അപ്പം അതുകൊണ്ട് ഞാൻ ഓക്കെ ആയിരുന്നു. കാരണം
ഈ ഒരു പ്ലാറ്റ്ഫോമിന് പറ്റിയ ആളല്ല ഞാനെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജനങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ പുറത്തു പോകണം. അത് വളരെ ചിരിച്ചുകൊണ്ടുള്ളൊരു മുഖത്തോടു കൂടി തന്നെയാണ് വന്നിറങ്ങിയത്. അത് ആക്സെപ്റ്റഡ് ആയിരുന്നല്ലേ? ഓക്കെ. കാരണം വെച്ചാൽ ഞാൻ ഇതിന് ആപ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് നിർത്തുന്ന ഒരു ഷോയാണ്. അപ്പോൾ ഞാനിതിന് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അവർ തന്നെ എനിക്ക് വോട്ട് തരൂല, അപ്പം ഞാൻ പുറത്തു പോവുമല്ലോ. കാരണം ആർക്കും ഇഷ്ടമല്ലാതെ അതിനകത്ത് നിന്നിട്ട് എന്തിനാ വെറുതെ, ഒരു കാര്യമില്ല. ഇത് നമ്മളെ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളവിടെ നിൽക്കാൻ പാടുള്ളൂ. നമ്മളിങ്ങനെ കടിച്ചു തൂങ്ങി നിന്നിട്ട് എന്തിനാണ്, ഒരു കാര്യമില്ല. ഇപ്പൊ ഇതിന്റെ ഒരു എൻട്രി സമയത്തെ എല്ലാരെയും ലാലേട്ടൻ അടുത്തേക്ക് വിളിച്ചിട്ടാണല്ലോ ലാലേട്ടൻ അകത്തേക്ക് കയറുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് രണ്ട് രീതിയിലുള്ള ലാലേട്ടനെ കാണാൻ പറ്റും. അവിടെ ഒരു ആങ്കറിനെയും കാണാൻ പറ്റും, അതേപോലെ തന്നെ നമ്മൾ ദൃശ്യത്തിലൊരു ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ടാണ് കയറ്റി വിടുന്നത്. അൻസിബ തിരിച്ചും മറിച്ചും ചോദിക്കും, നമ്മൾ ധ്യാനത്തിന് പോയത് മാത്രമേ പറയാനുള്ളൂ, അങ്ങനെ ഭയങ്കര ഫണ്ണി ആയിട്ടാണ് വിട്ടത്. അപ്പം ദൃശ്യം മുതൽ അല്ലെങ്കിൽ ദൃശ്യം 2-ലൊക്കെ ലാലേട്ടനോടൊപ്പം വർക്ക് ചെയ്തൊരു ആർട്ടിസ്റ്റാണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഒരു ആങ്കർ ലാലേട്ടനും അതേപോലെ ആക്ടർ ലാലേട്ടനൊപ്പവും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവർ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരുന്നോ? എന്താണെന്ന് അൻസിബയ്ക്ക് തോന്നിയത്? ലാലേട്ടൻ എല്ലാവർക്കും അറിയുന്ന പോലെ ഏറ്റവും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇത്രയും വലിയ മനുഷ്യനായിട്ടും എല്ലാവരുടെ അടുത്തും ഈക്വലി സ്നേഹം കാണിക്കുന്ന ഒരു വലിയ ആള്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയിക്കുന്ന സമയത്ത് ആ ക്യാരക്ടർ എന്താണോ അത് ആക്ഷൻ ക്യാമറ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാലേട്ടൻ അതാണ്. അതുപോലെ തന്നെ അവിടെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആങ്കറാണ് ലാലേട്ടൻ, അത്ര തന്നെ. ആസ് ആൻ ആങ്കർ ലാലേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം പലരും പുറത്തു വന്നിട്ടും ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങളൊക്കെ ലാലേട്ടനെതിരെ പറയാറുണ്ട്, അല്ലെങ്കിൽ ലാലേട്ടൻ അത് ചെയ്തത് ശരിയായില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട്. അപ്പം അൻസിബയ്ക്ക് എന്താണ് തോന്നുന്നത്? അല്ല, ഒരു ഷോയുടെ ആങ്കർ എന്ന് പറയുമ്പോൾ ആ ഷോയുടെ ഡയറക്ടറും ടീമും എന്താണോ പറയുന്നത് അതാണ് ഒരു ആങ്കർ ചെയ്യേണ്ടത്. ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ആ സിനിമയുടെ ഡയറക്ടർ എന്താണോ പറയേണ്ടത് അതാണ് ചെയ്യേണ്ടത് ഒരു ആക്ടർ അല്ലേ. അപ്പോൾ ലാലേട്ടൻ ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡയറക്ടർ എന്ത് പറയുന്നു, ടീം എന്ത് പറയുന്നു, അതാണ് ലാലേട്ടൻ ചെയ്യുക. അല്ലാതെ അവിടെ ആങ്കറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആങ്കർ എന്താണോ ചെയ്യേണ്ടത് അദ്ദേഹം നന്നായിട്ട് ചെയ്യുന്നു. കാരണം ഞാൻ ചോദിക്കാൻ കാരണം ഈ സിബിനെയൊക്കെ ഒരുപാട് ദിവസങ്ങളിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇമോഷണലി തകർത്തു എന്നൊക്കെ ഇങ്ങനെ പുറത്തുള്ളൊരു കുറേ പേര് പറയുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി എന്താണ് അൻസിബയ്ക്ക് തോന്നുന്നത്? ഇല്ല, അത് അപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയ്ക്ക് ആ ഷോയുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടാവും. അത് ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ച് ഉത്തരങ്ങൾ പറയാം. അപ്പം എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എൻ്റെ യുക്തിയാണ് എൻ്റെ ഉത്തരം. അപ്പോൾ ലാലേട്ടൻ അവിടെ ഒരു ആങ്കർ ആവുന്ന സമയത്ത് ലാലേട്ടന് കൊടുക്കുന്ന ചോദ്യങ്ങളെ ലാലേട്ടന് ചോദിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇനി കുറച്ച് പേരൂടെ ഉണ്ട് അതിനകത്ത്. ആരായിരിക്കും കപ്പടിക്കുക എന്നുള്ളതാണ് അൻസിബയുടെ ഒരു അറിയില്ല, നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ആര് കപ്പടിക്കും, ആരായിരിക്കും റണ്ണറപ്പ്, ഒന്നും നമുക്ക് പറയാം. എനിക്ക് ആഗ്രഹം എന്തായാലും ഋഷി കപ്പടിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം കുറെ പേര് ഇറങ്ങിയിട്ട് ജിൻഡോ കപ്പടിക്കും എന്നൊക്കെ പറഞ്ഞു. ജിൻഡപ്പൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളാണ്, ഒരിക്കലും ഞാൻ ഇല്ല എന്ന് പറഞ്ഞില്ല. ജിൻഡപ്പൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളാണ്. അവിടെ ഓടി നടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത ഒരു കണ്ടസ്റ്റന്റ് ചോദിച്ചാൽ നമ്പർ 1 കണ്ടസ്റ്റന്റ് ജിൻഡപ്പനാണ്. അപ്പോൾ അതുകൊണ്ട് ജിൻഡപ്പൻ ഡിസേർവിംഗ് ആണ്. ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞേ ഉള്ളൂ. അതിനകത്ത് നിൽക്കുമ്പോഴത്തേക്കിനെ ഇങ്ങനെ വളരെ തമാശയൊക്കെയാണ്, പക്ഷെ ഇവരെന്താ കാണിക്കുന്നത്, ഈ ഗെയിം എനിക്ക് മനസ്സിലാവുന്നില്ല, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഈ ഗെയിം അങ്ങനെയല്ല, ടാസ്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്നെ കൊണ്ട് ഞാനതാണ് അയ്യോ ഇതിനെ കൊണ്ട് പറ്റുമോ, അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കും, ഞാൻ ചെയ്ത് നോക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ മനസ്സിലാവായികൊന്നുമല്ല. എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ആണെങ്കിലും ഈ ബിഗ് ബോസിലേക്ക് പോകുന്ന പല ആളുകളുടെയും എന്താ പറയുക, ഒരു പേഴ്സണൽ അവരുടെ ക്യാരക്ടറൊക്കെ പുറത്ത് വളരെയധികം വേറെ രീതിയിലൊക്കെ ഇപ്പോൾ ജഡ്ജ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം അവർ അതിനകത്ത് പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ പുറത്ത് നിന്ന് അവരെ പറ്റി അവരുടെ കൊളീഗ്സ് അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും പല കോൺട്രവേഴ്സീസ് വരുന്നുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ആണെങ്കിലും ഒരാളിങ്ങനെ ലൈവ് വന്നിട്ട് അതിനകത്തുള്ള ആളുകളെ പറ്റി ഇങ്ങനെ, അപ്പോൾ അവരുടെ പേഴ്സണൽ ക്യാരക്ടർ തന്നെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അൻസിബയ്ക്കും തോന്നിയിട്ടുണ്ടോ? അകത്ത് ചിലപ്പം അവർ ഗെയിം ആയിരിക്കും കളിക്കുന്നത്, പക്ഷെ അത് വെച്ച് തന്നെ പുറത്തും ജഡ്ജ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറിയുന്നുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട്. അറിയില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഒരു ഇത് വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ അവരുമായിട്ട് നമ്മളൊരു ഫ്രണ്ടായിട്ട് എപ്പോഴും തിരഞ്ഞെടുക്കുക, എങ്ങനെ നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടൊരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന ഒരാളല്ല. എനിക്ക് കംഫർട്ടാണെന്ന് തോന്നിയാലേ ഞാൻ ഫ്രണ്ട് ആക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എല്ലാവരുടെ അടുത്തും ചിരിക്കും, ഹായ് ബായ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ ചാടിക്കയറി ആരെയും ഫ്രണ്ട് ആക്കാറില്ല. അപ്പോൾ നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. അത് നമ്മുടെ നല്ല സമയത്താണെങ്കിലും നമ്മുടെ മോശം സമയത്താണെങ്കിലും ആ സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാവും. അതിനെയാണ് സുഹൃത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്നുള്ളതൊരു ഭാഗ്യമാണ്. അപ്പോൾ എനിക്ക് ദൈവം സഹായിച്ച് എനിക്ക് എൻ്റെ ഉള്ള സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കളാണ്. അപ്പം എന്നാലും ഇത്ര നേരം ബിഗ് ബോസ് വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. എന്താണ് ഈ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ? സിനിമയൊക്കെ വരുന്നുണ്ടോ? എന്താണ്? ഇപ്പോൾ വേറെ സിനിമ ഒന്നും വന്നിട്ടൊന്നുമില്ല.
കുറേ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അത് ഒരുപാട് ഭാഷകളിൽ അഭിനയിക്കണം. ഞാൻ റീജിയണൽ ലാംഗ്വേജ് മൂവീസൊക്കെ പണ്ട് തൊട്ടേ കാണുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് ഭാഷകളിലൊക്കെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് അഭിനയിക്കണം, സിനിമ സംവിധാനം ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ ഒരു മൂവി അനൗൺസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാൻ പോയ സമയത്തായിരുന്നു സ്റ്റക്കായത് കോവിഡ് കാരണം. അപ്പോൾ അത് കാരണം മൂവി ഡയറക്റ്റ് ചെയ്യണം, ഇതൊക്കെ തന്നെ ആഗ്രഹങ്ങൾ. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് അൻസിബ. കുറേ വിശേഷങ്ങൾക്ക് നമ്മളായിട്ട് പങ്കുവച്ചു. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.